സോഷ്യൽ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിച്ച തരത്തിൽ ഷാർജ എന്ന സോഷ്യൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അത് സംബന്ധമായുള്ള പ്രവർത്തനം ഇന്നലെ മുതൽ തുടങ്ങി. നാമനിർദ്ദേശ പത്രികയൊക്കെ സമർപ്പിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നാളോടുകൂടി ഫൈനൽ ലിസ്റ്റ് വരും. അതതിൻ്റെ സ്മൂത്തിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനി ഒരു മാസമുണ്ട്. ഒരു മാസം കഴിഞ്ഞാൽ സെപ്റ്റംബർ 6 എല്ലാവരും വന്ന് ഓണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പ് നടക്കും. അതാണിപ്പോൾ. സെപ്റ്റംബർ 6 നടക്കുന്ന ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ ഞാനും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ്. ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ നടക്കുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന 2 പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ ഒരേ ടേബിളിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നത് തന്നെ ഈ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് സംസാരിക്കുന്നത് തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് എത്ര സുഗമമായും ഭംഗിയായി നടക്കുന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവ് തന്നെയാണ്. ജനാധിപത്യത്തിൽ തോൽവിയും ജയങ്ങളൊക്കെ ഉണ്ടാവും. ജനങ്ങൾ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട മെമ്പർമാർ തിരഞ്ഞെടുക്കട്ടെ. ആരായാലും അതിന് 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്വീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. 2400 ചില്ലാനം മെമ്പേഴ്സ് ഉണ്ടെങ്കിലും ഏകദേശം 1600 പേരാണ് വന്ന് വോട്ട് ചെയ്യുക സാധാരണഗതിയിൽ. ബാക്കിയുള്ള ആൾക്കാർ പ്രവാസികളാണല്ലോ. അവർ നാട്ടിലായിരിക്കാം, മറ്റുള്ള സ്ഥലങ്ങളിലായിരിക്കാം. ഇത് നടക്കുന്നത് നമ്മുടെ ഗുബൈബയിലുള്ള ഷാർജ ഇന്ത്യൻ സ്കൂൾ വെച്ചിട്ടാണ്, ഗേൾസ് വിംഗ് സ്കൂൾ വെച്ചിട്ടാണ് ഈ പ്രക്രിയ മുഴുവൻ നടക്കുന്നത്. അതിൻ്റെ ഒരു മേൽനോട്ടം എന്നതിന് SSDയുടെ റെപ്രസെൻറ്റേറ്റീവ്സും അതുണ്ടാവും. ബാക്കി കാര്യങ്ങളൊക്കെ അന്ന് ഒരു ദിവസം രാവിലെ 8 മണിക്ക് ജനറൽ ബോഡി തുടങ്ങി വൈകുന്നേരം 6 മണി വരെ കഴിഞ്ഞാൽ 9 മണി രാത്രി 9 മണിയോടുകൂടി അതിൻ്റെ റിസൾട്ട് വരും. കഴിഞ്ഞ ഹിയറിംഗിൽ ബഹുമാനപ്പെട്ട മറുപടി പറഞ്ഞു. To take this opportunity to also commend and appreciate the work which Indian Association in Sharjah is doing. President mentioned about 48 years since an Indian Association in Sharjah, doing community bonding, community service, bringing everybody together. I think this is a big service you continue to do, whether it is in terms of consular support, helping each other, supporting consulate and embassy in rendering service.